ആരോഗ്യമന്ത്രി കെ മുരളീധരൻ്റെ കിടിലൻ നീക്കങ്ങൾ. ഹർഷീനയ്ക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ ജോലി നൽകും. അതോടൊപ്പം സ്വന്തം പ്രൈവറ്റ് സെക്രട്ടറിയായി തിരുവനന്തപുരത്തെ വളരെ പ്രശസ്തനായ ന്യൂറോ സർജൻ ഡോക്ടർ സുനിലിനെ നിയമിച്ചു. എല്ലാ മെഡിക്കൽ കോളേജുകളും സന്ദർശിക്കുമെന്നും വേണ്ട കാര്യങ്ങളിൽ അപ്പോൾ തീരുമാനമെടുക്കുമെന്നുമാണ് കെ മുരളീധരൻ്റെ നിലപാട്. ആരോഗ്യവകുപ്പ് കുത്തഴിഞ്ഞ അവസ്ഥയിൽ നിന്നും കെ മുരളീധരനെ പോലെ ഒരു കരുത്തുറ്റ തീരുമാനങ്ങൾ എടുക്കാൻ കഴിവും പ്രാപ്തിയുമുള്ള ഒരാൾക്ക് ഒരുപക്ഷെ കേരളത്തിൻ്റെ ആരോഗ്യമേഖലയെ തിരികെ കൊണ്ടുവരാനാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വകുപ്പിൽ നിന്നും ഉണ്ടാകുന്നത് ശുഭലക്ഷണങ്ങളാണ്. കെ മുരളീധരനാണ് ആരോഗ്യവകുപ്പ്. രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ സമവാക്യങ്ങളിൽ ഒരുപക്ഷെ മാറ്റമുണ്ടായിരുന്നില്ലെങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി തന്നെ മാറേണ്ടിയിരുന്ന ഒരാളാണ് കെ മുരളീധരൻ. പക്ഷേ പിന്നീട് ഒരുപാട് കാര്യങ്ങൾ കടന്നുപോയി. ലാലുവ പുഴയിലൂടെ വെള്ളം ഒരുപാട് ഒഴുകിയെന്ന് പറഞ്ഞതുപോലെ ഒരുപാട് മാറ്റങ്ങൾക്ക് ശേഷം കെ മുരളീധരൻ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മന്ത്രിയാവുകയാണ്. 6 മാസം മന്ത്രിയായിരുന്ന് ഒടുവിൽ മത്സരിച്ച് പരാജയപ്പെട്ട് പിന്മാറേണ്ടി വന്ന കെ മുരളീധരൻ പിന്നീട് ഒരിക്കലും മന്ത്രിയായിരുന്നില്ല. ഇപ്പോൾ ആരോഗ്യ ദേവസ്വം വകുപ്പിൻ്റെ ചുമതലയാണ് കെ മുരളീധരന് നൽകിയിട്ടുള്ളത്. അതിൽ ആരോഗ്യവകുപ്പ് വീണ ജോർജ് മാഡത്തിൻ്റെ പ്രകടനങ്ങൾക്കപ്പുറത്ത് കുത്തഴിഞ്ഞ അവസ്ഥയിലായിരുന്നു. സത്യത്തിൽ ഒരു പ്രകടനപരതയ്ക്ക് എങ്ങനെയെങ്കിലും ശൈലജ ടീച്ചറെ തോൽപ്പിക്കണമെന്ന വാശിയോടെ നിറഞ്ഞാടുന്നതിനപ്പുറം അതിൻ്റെ യഥാർത്ഥ കാര്യങ്ങളിലേക്കൊന്നും കടന്നതുമില്ല എന്ന് മാത്രമല്ല, നിഷേധവും അഹങ്കാരവും ഒക്കെ കൈമുതലാക്കിയുള്ള ആ കുതിച്ചുകയറ്റമാണ് വലിയ നഷ്ടത്തിൽ കലാശിച്ചതും ആറന്മുളയിൽ ദയനീയമായി പരാജയപ്പെട്ടതും. അതിനുശേഷം ആരോഗ്യമന്ത്രി ആര് എന്ന ചോദ്യത്തിനാണ് കെ മുരളീധരൻ എന്ന കരുത്തനായ നേതാവ് ആരോഗ്യവകുപ്പിൻ്റെ ചുമതല ഏറ്റെടുക്കുന്നത്. ചുമതലയേറ്റ ഉടൻ തന്നെ 2 മെഡിക്കൽ കോളേജുകൾ കേരളത്തിൽ പുതുതായി സ്ഥാപിക്കുമെന്നും ഒന്ന് നെയ്യാറ്റിൻകരയിലും മറ്റൊന്ന് ഹരിപ്പാടായിരിക്കുമെന്നും പ്രഖ്യാപിച്ചു. കേരളത്തിലെ വമ്പൻ മെഡിക്കൽ ഭീമന്മാർ ഇതിനെ കൊള്ള ചെയ്ത് കെടുതിയിലാക്കുമ്പോൾ ആരോഗ്യമേഖല ഒരു സമാന്തര ചികിത്സാ മേഖലയായി വളർന്ന് സാധാരണക്കാരനും മധ്യവർത്തി കുടുംബങ്ങൾക്കും ഏറ്റവും ആശ്വാസകരമാകേണ്ടത് ഇന്ന് അനിവാര്യമാണ്. പ്രത്യേകിച്ച് വലിയ പരീക്ഷണങ്ങളുടെ കാലഘട്ടമാണ്, കഠിനകാലമാണ് ഇന്ത്യക്ക് വരാൻ പോകുന്നതെന്ന് പ്രവചിക്കപ്പെട്ട നിലയിൽ ഇന്ധനവില ഉൾപ്പെടെ കുതിച്ചു പായുമ്പോൾ അതിന് ഒരുപാട് പ്രസക്തിയുണ്ട്. അവിടെയാണ് കെ മുരളീധരൻ എന്ന ആരോഗ്യമന്ത്രി നൽകുന്ന പ്രതീക്ഷ. എല്ലാ മെഡിക്കൽ കോളേജുകളും താൻ സന്ദർശിക്കുമെന്ന് മാത്രമല്ല, സാധാരണ PSമാരായി രാഷ്ട്രീയക്കാരെയാണ് നിയമിക്കുന്നതെങ്കിൽ ഇപ്പോൾ ഒരു സർക്കാർ ഡോക്ടറെ തന്നെയാണ് അദ്ദേഹം നിയമിച്ചത്. ആരോഗ്യമേഖലയുടെ യഥാർത്ഥ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കേവലം രാഷ്ട്രീയ പരിഹാരങ്ങൾക്കപ്പുറത്ത് വളരെ പ്രൊഫഷണലായി അതിനെ സമീപിക്കുന്നതിന് അദ്ദേഹത്തിനെ പോലെ ഒരാളിൻ്റെ സാന്നിധ്യം അനിവാര്യമാകുമെന്ന് മാത്രമല്ല, ജനകീയ നിലപാടുകളുടെ ചില നീതിയുടെ ശബ്ദങ്ങളുമാണ് അദ്ദേഹത്തിൻ്റെ വകുപ്പിൽ നിന്ന് കേൾക്കുന്നത്. ഹർഷീന എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ കഥയറിയാം. കത്രിക മറന്നു വെച്ച് മാസങ്ങളോളം വേദന അനുഭവിച്ച ശേഷം അവരെയൊക്കെ ഒരു രോമത്തിൻ്റെ വില പോലും കൽപ്പിക്കാതാണ് വീണ ജോർജ് മാഡം ചാനലുകൾക്ക് മുമ്പിൽ, മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രകടനം നടത്തിയത്. അതേ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അസിസ്റ്റൻ്റായി ജോലി അവർക്ക് നൽകാനാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് തീരുമാനിച്ചതായി വാർത്ത കാണുന്നത്. അത്തരം ചില നീതിയുടെ ഇടപെടലുകൾ കെ മുരളീധരനെ പോലെ കരുത്തനായ ഒരാളിൽ നിന്നുണ്ടാകുന്നത് പ്രതീക്ഷാനിർഭരമാണ്. ആരോഗ്യമേഖലയിൽ ഏതാണ്ട് പൂർണ്ണമായി അദ്ദേഹത്തിന് ഇൻവോൾവ് ചെയ്യാൻ കഴിയണം. ദേവസ്വം വകുപ്പ് ഇപ്പോൾ ശബരിമലയൊക്കെ കോടതിയുടെ നിയന്ത്രണത്തിലും അതുപോലെ തന്നെ കെ ജയകുമാറിനെ പോലെയുള്ള ഒരാളിൻ്റെ ചെയർമാൻഷിപ്പിലുമൊക്കെ ആയതുകൊണ്ട് അവിടെ വലിയ രാഷ്ട്രീയ തീരുമാനങ്ങളുടെ ആവശ്യമില്ല, അതതിൻ്റെ വഴിക്കങ്ങ് നടന്നു പോകും. പക്ഷേ ആരോഗ്യമേഖലയിൽ അങ്ങനെയല്ല. അവിടെ നല്ല ഇടപെടലുകൾ നടത്താൻ കെ മുരളീധരന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.